Hello dear children, welcome to Kids Area Online. Monday Mathematics ഗണിതം എക്സാം ആണല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ? പഠിച്ചു കഴിഞ്ഞോ? ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നോക്കാവോ? നോക്കാം. Kids Area Online കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ ഡിസംബർ 29 തിങ്കൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ നൽകുന്നത്. മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും വൈകിട്ട് 1 അവർ ലൈവ് ക്ലാസ് ഉണ്ടാകും. അതിനു പുറമെ ഇംഗ്ലീഷും മലയാളവും വായിക്കുവാനും എഴുതുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടുത്ത ബാച്ചിന് ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുക. മാർച്ചിൽ അഡ്മിഷൻ എടുക്കും. ഇതൊന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുക. ഓക്കെ. എല്ലാ കോഴ്സിനും ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇവിടെ നോക്കണേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് നിങ്ങൾക്ക് അഡീഷനും സബ്ട്രാക്ഷനും ചോദിക്കും. അഡീഷനും സബ്ട്രാക്ഷൻ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിയപ്പോൾ ഇത്ര രൂപ ചെലവായി, ഇത്ര രൂപ ബാക്കി കിട്ടി എന്നാൽ എത്ര എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും ടീച്ചർ പറഞ്ഞു തരാം. ഇംഗ്ലീഷിലും മലയാളത്തിലും ടീച്ചർ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം ഇതുപോലുള്ള എക്സ്ട്രാ വർക്ക് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ഇതിപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മത്സരം നടക്കുവാണ്. അതിൽ ഫൈനലിൽ കാണാനായിട്ട് 42 ബേർഡ്സ് എത്തിയിട്ടുണ്ട്. കണ്ടോ, 42 ബേർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അവർ 4 കൊമ്പുകളിലായിട്ടാണ് ഇരുന്നത്. 1 2 3 4. ഇത്രയും മനസ്സിലായല്ലോ. 42 ബേർഡ്സ് came to watch the final. 42 ബേർഡ്സ് വന്നു, 42. അതിൽ ഓരോരുത്തരും എത്ര വെച്ചിരുന്നു? 10 10 10 10 വെച്ചിരുന്നു അല്ലേ? 10 വെച്ചിട്ട് അങ്ങനെ 3ലും ഇരുന്നു. ഇത്ര ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ 4ാമത്തെ കൊമ്പ് എന്താണ്? ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഈ 4ാമത്തെ കൊമ്പിൽ ഇനി എത്ര പേര് ഇരിക്കാനുണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അതായത് 42 പക്ഷികൾ മത്സരം കാണാൻ വന്നു. 42 പക്ഷികളിൽ എത്ര പക്ഷികൾ ഇരുന്നു എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. എന്നാലേ നമുക്കിനി അടുത്ത കൊമ്പിൽ എത്ര പേര് ബാക്കിയുള്ളവരല്ലേ അടുത്ത കൊമ്പിൽ ഇരിക്കുള്ളൂ. ഇരിക്കാത്ത ഇനി എത്ര പക്ഷികളുണ്ടോ അവരെത്ര അടുത്ത കൊമ്പിൽ ഇരിക്കും, അങ്ങനെയായത് കണ്ടെത്തുക. അപ്പൊ ഇവിടെ 3 കൊമ്പിൽ ഇരുന്ന പക്ഷികൾ എത്ര എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഇവിടെ പറയുന്നുണ്ട് 1ാമത്തെ കൊമ്പിൽ 10 പക്ഷികളാണ്. 2ാമത്തെ കൊമ്പിൽ 9 പക്ഷികൾ ഇരുന്നു. 3ാമത്തെ കൊമ്പിൽ 10 പക്ഷികൾ ഇരുന്നു. ബാക്കിയുള്ള പക്ഷികളെല്ലാം 4ാമത്തെ കൊമ്പിൽ ഇരുന്നു. മനസ്സിലായല്ലോ? 42 ബേർഡ്സ് വന്ന് 4 ബ്രാഞ്ചസിലായിട്ട് ഇരിക്കുവാണ്. അതിൽ 1ാമത്തെ ബ്രാഞ്ചില് ഫസ്റ്റ് ബ്രാഞ്ചിൽ 10 ബേർഡ്സ് ആണ് ഇരുന്നത്. 10 ബേർഡ്സ് ഇരുന്നു, 10 കിളികൾ ഇരുന്നു. 2ാമത്തെ ബ്രാഞ്ചില് 9 ബേർഡ്സ് ഇരുന്നു. 3ാമത്തെ ബ്രാഞ്ചില് 10 ബേർഡ്സ് ഇരുന്നു. അപ്പൊ ഇവിടെ 10 കിളികൾ ഇരുന്നു, ഇവിടെ 9 കിളികൾ ഇരുന്നു, ഇവിടെ 10 കിളികൾ ഇരുന്നു. ആകെയുള്ളത് 42 ബേർഡ്സ് ആണ്. ബാക്കിയുള്ള കിളികൾ എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കും. അപ്പൊ ഇവിടെ ഇരുന്ന കിളികളുടെ എണ്ണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടേ? എത്ര കിളികൾ ഇരുന്നു എന്ന് കണ്ടെത്തണം. അപ്പോൾ 10 10 10 and 10 2 10s 20 20 and 9 29. 10കൾ കൂട്ടാൻ അറിയാലോ. എത്ര 10 ഉണ്ടോ അതിങ്ങനെ ഒരുമിച്ചാക്കുക. 10 and 10 2 10s. അപ്പൊ എത്രയായി? 20. 2 10s എന്ന് പറഞ്ഞാൽ 2 10കൾ 20. 20നോട് 9 ചേർന്നാൽ 20 and 9 29. അപ്പൊ 29 ബേർഡ്സ് ആണ് മരത്തിൽ ഇരുന്നത്. ആകെ വന്നത് എത്രയാ? 42 ബേർഡ്സ് ആണ്. 29 ബേർഡ്സ് എവിടെ ഇരുന്നു? ബ്രാഞ്ചിലിരുന്നു. ഇനി എത്ര കിളികളാണ് ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കാനുള്ള കിളികൾ എങ്ങനെ നമ്മൾ കണ്ടെത്തും? 42വിൽ നിന്ന് 29 കുറച്ചാൽ മതി. 42വിൽ നിന്ന് 29 എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ ഇതാണ് എല്ലാവർക്കും സംശയം. എങ്ങനെ കുറയ്ക്കും? ഇവിടെയാണ് എല്ലാവർക്കും, ഒത്തിരി കുട്ടികൾക്കും ഒരു ഡൗട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംഖ്യയിൽ നിന്ന് അടുത്ത സംഖ്യ കുറയ്ക്കുകയാണ്. ഇവിടെ ഒരു സംഖ്യയിൽ നിന്ന്, മുകളിലുള്ള സംഖ്യയിൽ നിന്ന് 2ാമത്തെ സംഖ്യ കുറയ്ക്കുകയാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ആദ്യത്തെ സംഖ്യ എടുക്കുക. ആദ്യത്തെ സംഖ്യ എത്രയാ? 42. 42നെ നമുക്ക് എങ്ങനെ എഴുതാം? 40 + 2. മനസ്സിലായോ? ഇനി
അതിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ 42-ൽ നിന്ന് 29 കുറയ്ക്കുന്നു. അപ്പോൾ 42-നെ എങ്ങനെ ടീച്ചർ എഴുതി? 40 പ്ലസ് 2. 29-നെ എങ്ങനെ എഴുതാം? 20 പ്ലസ് 9. ഇത്രയും മനസ്സിലായോ? ഈ 42-നെ ടീച്ചർ എങ്ങനെ എഴുതി? 40 പ്ലസ് 2 മൈനസ് 29-നെ ടീച്ചർ എങ്ങനെ എഴുതി? 20 പ്ലസ് 9. ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെയുള്ളത് 2 ആണ്, ഇവിടെയുള്ളത് 9 ആണ്. 2-ന്ന് 9 കുറയ്ക്കാൻ പറ്റുമോ? വലുതിൽ നിന്നല്ലേ ചെറുത് കുറയ്ക്കുക. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ എന്തു ചെയ്യും എന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 42-ൽ നിന്ന് 29 ആണ് നമുക്ക് കുറയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 40 പ്ലസ് 2 എന്ന് എഴുതിയപ്പോൾ തെറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇതിനെ വലുതാക്കണം. ഈ 2-വിനെ നമ്മൾ വലുതാക്കണം. അത് നമുക്ക് എന്ത് ചെയ്യാം? 40 പ്ലസ് 2 എന്നല്ലേ നമ്മൾ എഴുതിയത്. നമുക്ക് ഒരു 10 കൂടെ അങ്ങോട്ട് കൊടുക്കാം. 10 പ്ലസ് 2 12 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാവും? 30 ആവും. 30 പ്ലസ് 12 എന്ന് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? 30 പ്ലസ് 12, ഒരു 10 കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇവിടുന്ന് ഒരു 10 ഇവിടെ ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ 10 കൂടി, ഇവിടെ 10 കുറഞ്ഞു. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾ 2-3 കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. അപ്പോൾ 42-ൽ നിന്ന് നമ്മൾ 29 കുറയ്ക്കുകയാണ്. അപ്പോൾ 2-ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ 30 പ്ലസ് 12 എന്ന് 42-നെ എഴുതി. 30 പ്ലസ് 12 എന്ന് 42-നെ എഴുതി. മൈനസ് അതിൽ നിന്ന് എന്താ കുറയ്ക്കുന്നേ? 29 കുറയ്ക്കണം. അതിനെങ്ങനെ എഴുതും? 20 പ്ലസ് 9. ഇനി നമുക്ക് കുറയ്ക്കാം. 12-ൽ നിന്ന് 9 പോയാൽ എത്രയാ? 12-ൽ നിന്ന് 9 കഴിഞ്ഞാൽ 10, 11, 12. അപ്പോൾ എന്താ? ഇതിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ മൈനസ് അല്ലേ? അപ്പോൾ ഇവിടെ 3. ഇനി ഈ പ്ലസ് സിമ്പൽ അതുപോലെ ഇടുക. 30-ൽ നിന്ന് 20 പോയാൽ എത്രയാ? 10. 30-ൽ നിന്ന് 20 പോയാൽ 10. 0-ൽ നിന്ന് 0 പോയാൽ 0. 3-ൽ നിന്ന് 2 പോയാൽ 1. അത്രേ ഉള്ളൂ. 0-ൽ നിന്ന് 0 പോയാൽ 0. 3-ൽ നിന്ന് 2 പോയാൽ 1. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 10 പ്ലസ് 3. 10 പ്ലസ് 3 എത്രയാ? 10 കഴിഞ്ഞാൽ 11, 12, 13. ആൻസർ ഈസ് 13. ആൻസർ എത്രയാണ്? 13. അപ്പോൾ ഇവിടെ 4th ബ്രാഞ്ചിൽ ഇരിക്കുന്ന കിളികളുടെ എണ്ണം എത്രയാ? 13. 4th ബ്രാഞ്ചിൽ എത്ര കിളികളാണ് ഇവിടെ ഇരിക്കാൻ പോകുന്നത്? 13. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ഈ കുറയ്ക്കുന്നത് എങ്ങനെ കുറയ്ക്കാം, മൈനസ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്, ഡിഫറൻസ് കണ്ടെത്താൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും. ഇന്നലെ ടീച്ചർ അഡീഷൻ പറഞ്ഞു തന്നായിരുന്നു. ഇന്ന് നമ്മൾ ഡിഫറൻസ് ആണ് നോക്കിയത്. ഡിഫറൻസ് ആക്കാൻ വേണ്ടി ആദ്യത്തെ സംഖ്യ എങ്ങനെ എഴുതി? 40 പ്ലസ് 2 എന്ന് എഴുതി. പക്ഷെ അത് കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും കൂടെ ഒരു 10 അങ്ങോട്ട് ഇട്ടു. അപ്പോൾ 30 പ്ലസ് 12, 20 പ്ലസ് 9. എന്നിട്ട് ഈ പ്ലസിന്റെ വലത് സൈഡുള്ളത് ആദ്യം കുറച്ചെഴുതി, പ്ലസ് ഇട്ടു. പ്ലസിന്റെ ഇടത് സൈഡുള്ളത് അടുത്ത് കുറച്ചെഴുതി. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയും കുറയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും കുറയ്ക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ എങ്ങനെ വേണമെങ്കിൽ കുറയ്ക്കാം. എന്നിട്ട് അത് കൂട്ടി എഴുതുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അപ്പം എങ്ങനെയാണ് നിങ്ങൾ ഹൗ ടു കാൽക്കുലേറ്റ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ കണക്കാക്കി എന്ന് ചോദിച്ചാൽ ഇതുപോലെ നിങ്ങൾ ഇത്രയും എഴുതി കാണിക്കണം. ഹൗ ടു കാൽക്കുലേറ്റ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഇത്രയുമാണ് നിങ്ങൾ എഴുതി കാണിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 2-3 എണ്ണം കൂടെ നോക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ മനസ്സിലാവും. മാച്ച് ചെയ്യാം. ഇവിടെ ഒരു ബെയർ, മങ്കി, പീകോക്ക്, ഡിയർ. അപ്പോൾ ഇതിൽ നിന്ന് കറക്റ്റ് ആൻസർ, ഇവ നമ്മുടെ ഡിഫറൻസ് എടുത്തിട്ട് കറക്റ്റ് ആൻസറിലോട്ട് മാച്ച് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാവോ? ബെയർ എത്രയാണ്? ബെയറിന്റെ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് 60-ൽ നിന്ന് 20 കുറയ്ക്കണം. 60-ൽ നിന്ന് 20 കുറയ്ക്കണം. 60-ൽ നിന്ന് 20 കുറയ്ക്കണം. ഓക്കെ, വളരെ എളുപ്പമാണ്. 60 നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമുക്ക് അധികം ഒന്നും ചെയ്യണ്ട. 60 മൈനസ് 20 എത്ര ആൻസർ? 0 എന്ന് 0 പോയാൽ 0. 6 നിന്ന് 2 പോയാൽ 4. ആൻസർ ഈസ് 40. 40-ലോട്ട് തന്നെ വരയ്ക്കാമല്ലോ. 40 എളുപ്പത്തിൽ കണ്ടെത്തി അല്ലേ? അപ്പൊ ഇത് 40 ആണ് ആൻസർ. നമ്മൾ എളുപ്പത്തിൽ കണ്ടെത്തി. അടുത്ത മങ്കിയുടേത് നോക്കാം. മങ്കിയുടേത് എന്താ? 28 മൈനസ് 16. 28 മൈനസ് 16.
എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം? 28നെ നമുക്ക് എങ്ങനെ എഴുതാം? 20 പ്ലസ് 8 മൈനസ് 60നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 പ്ലസ് 6. ആദ്യത്തെ സംഖ്യയുടെ ഒരു 0 കൊടുക്കുക. 20 പ്ലസ് 8. ആദ്യത്തെ സംഖ്യയുടെ ഒരു 0 കൊടുക്കുക. 10 പ്ലസ് 6. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. 8ന്ന് 6 പോയാൽ എത്ര? 8ന്ന് 6 പോയാൽ 2 പ്ലസ് സിമ്പൽ കൊടുക്കുക. 20ന്ന് 10 പോയാൽ എത്രയാ? 0ന്ന് 0 പോയാൽ 0. 2ന്ന് 1 പോയാൽ 10. 10 പ്ലസ് 2 12. 12 ഈസ് ദ ആൻസർ. അപ്പൊ 12ലോട്ട് വരയ്ക്കാം. 12ലോട്ട് മങ്കിയുടെ ആൻസർ എത്രയാണ്? 12. അടുത്തത് നിങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ പീകോക്കിൻ്റെത് നിങ്ങൾ ചെയ്യുക. 50 മൈനസ് 36. ഉത്തരം കണ്ടെത്തിക്കോളൂ. 50 മൈനസ് 36. 50 മൈനസ് 36. 50 മൈനസ് 36. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നു. 50 മൈനസ് 36. കുറയ്ക്കാവോ? ചെയ്ത് നോക്കിയായിരുന്നോ? നോക്കാം. 50 നമുക്ക് എങ്ങനെ എഴുതാം? 50 പ്ലസ് 0 തന്നെയാണ്. അവിടെ വേറൊന്നും എഴുതാനില്ല. 30 പ്ലസ് 6. പക്ഷെ ഇവിടെ പ്രശ്നം 0 ചെറുതാണ്, 6 വലുതാണ്. 0 ചെറുതും 6 വലുതും. അപ്പൊ എന്ത് ചെയ്യണം? 10 ഇങ്ങോട്ടേക്ക് കൂട്ടണം. അപ്പുറത്തുള്ള 10 എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് കൂട്ടണം. എങ്ങനെ ചെയ്യാം? 50 നമുക്ക് എങ്ങനെ എഴുതാം? 50 നമുക്ക് എങ്ങനെ എഴുതാം? 40 പ്ലസ് 10 എന്ന് എഴുതാം. 50 അല്ലേ? ഇനി 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 30 പ്ലസ് 6 എന്ന് എഴുതാം. മൈനസ് 10ൽ നിന്ന് 6 പോയാൽ എത്രയാ? 4 പ്ലസ് ഇടുക. 40ന്ന് 30 പോയാൽ എത്ര? 0ന്ന് 0 പോയാൽ 0. 4ന്ന് 3 പോയാൽ 1. 10 പ്ലസ് 4 14. 14 is the answer. അപ്പൊ പീകോക്കിന്റെ ആൻസർ എന്താ? 14. ആർക്കൊക്കെ 14 കിട്ടി? 14 കിട്ടിയോ? ഓക്കെ, കിട്ടിയവർക്ക് ടീച്ചർ സമ്മാനം തരാം. നിങ്ങൾക്കുള്ള സമ്മാനം 5 stars. 1 2 3 4 5. ഓക്കെ, നാലാമത്തെ ചോദ്യത്തിന് ആൻസർ കണ്ടെത്തൂ. ഡിയർ, 36ൽ നിന്ന് 28 കുറയ്ക്കണം. 36ൽ നിന്ന് 28 കുറയ്ക്കണം. 36ൽ നിന്ന് 28 കുറയ്ക്കണം. വേഗത്തിൽ ആൻസർ എഴുതൂ കേട്ടോ. അറിയാത്തവർക്ക് ടീച്ചർ പറഞ്ഞു തരാം. 6 ചെറുതും 8 വലുതുമാണ്. അപ്പോൾ എങ്ങനെ എവിടെ ചെയ്യണം? 30 ആണോ? അല്ല, 20. അടുത്തിവിടെ 10, 6ന്റെ കൂടെ ഒരു 10 ആഡ് ചെയ്യാം. അപ്പൊ 16. 10 and 6 16. മൈനസ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? 36 ആണ് ഇവിടെ. 36ൽ നിന്ന് ഒരു 10 എടുത്ത് അപ്പുറത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താവും? ഇവിടെ 20 ആണ്. അടുത്ത അവിടെ 16 ആവും. അതായത് 36. 30 പ്ലസ് 6 എന്നാണ് നമുക്ക് എഴുതാനുള്ളത്. നമ്മൾ അതിന് എന്ത് ചെയ്തു? ഇവിടെ 10 എടുത്ത് അപ്പുറത്ത് കൊടുത്തപ്പോൾ ഇവിടെ 20 ആയി. ഇവിടെ 6, ഇവിടെ 10 കുറച്ചപ്പോൾ ഇവിടെ 20 ആയി. 6ന്റെ കൂടെ 10 ആഡ് ചെയ്തപ്പോൾ 16 ആയി. അങ്ങനെയാണ് ഇവിടെ വന്നത്. 20 പ്ലസ് 16. 28ന് നമുക്ക് എങ്ങനെ എഴുതാം? സോറി, 16 അല്ല, 20 പ്ലസ് 8. 60ൽ നിന്ന് 8 പോയാൽ എത്രയാ? 60ൽ നിന്ന് 8 പോയാൽ 9 10 11 12 13 14 15 16. 8. ഇവിടെ 0 ആണ്. 0 പ്ലസ് 8 8 ആണ് ആൻസർ. 8. ഓക്കെ, മനസ്സിലായോ? ഡിഫറൻസ് കാണാൻ മനസ്സിലായല്ലോ. ഇനി നോർമൽ രീതിയിൽ ഡിഫറൻസ് കാണുന്നവരുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡ് ഈ ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിലാണ് ആൻസർ കണ്ടെത്താനുള്ളത്.
അടുത്തത് നോക്കാം. ജാമുൻ, ഞാവൽപ്പഴം. ഇവിടെ ഞാവൽപ്പഴം കുട്ടയിലാക്കുന്ന മത്സരത്തിന്റെ ഫൈനലിൽ 3 പേർ മത്സരിച്ചു. ഓരോരുത്തരും കുട്ടയിലാക്കിയ ഞാവൽപ്പഴങ്ങളുടെ എണ്ണം നോക്കൂ. ജിംബു കുരങ്ങൻ എത്രയാണ്? ജിംബു മങ്കി 89 ഞാവൽപ്പഴം കുട്ടയിലാക്കി, 89. മിട്ടു റാബിറ്റ്, മിട്ടുമുയൽ എത്ര ജാമുൻ കുട്ടയിലാക്കി? 72. ചെമ്പൻ സ്ക്വിറൽ, ചെമ്പൻ അണ്ണാൻ എത്ര ഞാവൽപ്പഴം കുട്ടയിലാക്കി? 90. അപ്പൊ 3 പ്രാവശ്യമായിട്ടാണ് ഇവർ ഈ ഞാവൽപ്പഴം കൊണ്ടുവന്ന് കുട്ടയ്ക്കകത്തിരുന്നത്. അങ്ങനെ ടോട്ടലാണ് 89, 72, 90. ആദ്യത്തെ പ്രാവശ്യം ജിംബു മങ്കി 22 എണ്ണം കൊണ്ടുവന്നു, മിട്ടു റാബിറ്റ് 24 എണ്ണം കൊണ്ടുവന്നു, ചെമ്പൻ സ്ക്വിറൽ 23 എണ്ണം കൊണ്ടുവന്നു. രണ്ടാമത്തെ പ്രാവശ്യം ജിംബു മങ്കി 27 കൊണ്ടുവന്നു, മിട്ടു റാബിറ്റ് 29 കൊണ്ടുവന്നു, ചെമ്പൻ സ്ക്വിറൽ 28 കൊണ്ടുവന്നു. ഇനി മൂന്നാമത്തെ പ്രാവശ്യം കൂടി ആകുമ്പോഴാണ് എത്രയാവുന്നത്? മൂന്നാമത്തെ പ്രാവശ്യം കൂടെ കൊണ്ടുവരുമ്പോഴാണ് 3 കൂടെ കൂട്ടി 89 ആവുന്നത്. ഇവിടെ മിട്ടു റാബിറ്റ് മൂന്നാമത്തത് കൊണ്ടുവരുമ്പോഴാണ് 3 കൂടെ കൂട്ടി 72 ആവുന്നത്. ചെമ്പൻ സ്ക്വിറൽ മൂന്നാമത് കൂടെ കൊണ്ടുവന്നാലേ 3 കൂട്ടി 90 ആവത്തുള്ളൂ. അപ്പോൾ മൂന്നാമത് എത്ര എണ്ണം വീതമായിരിക്കും അവർ കൊണ്ടുവന്നത് എന്നതാണ് ചോദ്യം. അതറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? അവർ ഇതുവരെ കൊണ്ടുവന്നത് 2 പ്രാവശ്യം കൂടെ കൊണ്ടുവന്നത് കൂട്ടി ഈ 89 നിന്ന് കുറയ്ക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 72 നിന്ന് കുറയ്ക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 90 നിന്ന് കുറയ്ക്കണം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ 22 പ്ലസ് 27 ഇത് തമ്മിൽ ആദ്യം കൂട്ടണം. ഇത് തമ്മിൽ കൂട്ടാനും എങ്ങനെയാ പറയാ? 20 പ്ലസ് 2, 20 പ്ലസ് 7. ഇവിടെ പ്ലസ് ഉണ്ട്. ഓക്കെ, 2 പ്ലസ് 7 9. 0, 2 പ്ലസ് 2 4. നമ്മൾ കുറയ്ക്കുന്നതും കൂട്ടുന്നതും എല്ലാം എങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ടോട്ടൽ എത്ര? ആൻസർ എത്രയാ? 49. 2 പ്രാവശ്യം കൂടെ 49 ഉണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? 89 നിന്ന് 49 കുറച്ചാൽ മതി. 89 നിന്ന് 49 കുറയ്ക്കണം. 89 മൈനസ് ഇതിൽ നിന്ന് ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ കിട്ടിയ 49 എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 80 പ്ലസ് 9, 40 പ്ലസ് 9. കുറയ്ക്കാനുണ്ട് മൈനസ്. 9 നിന്ന് 9 പോയാൽ 0, പ്ലസ് ഇട്ടു. 0 നിന്ന് 0 പോയാൽ 0, 80 നിന്ന് 4 പോയാൽ 4. 40 പ്ലസ് 0 40. ആൻസർ 40. ഇത് ഇനി മൂന്നും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 89 കിട്ടും. ഓക്കെ, മനസ്സിലായോ? ആദ്യം രണ്ടും കൂടെ കൂട്ടി. അടുത്തത് നോക്കാം. മിട്ടു റാബിറ്റ് 24ഉം 29ഉം കൂടെ ആദ്യം കൂട്ടണം. 24ഉം 29ഉം കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടിയിട്ട് എന്ത് ചെയ്യാ? വീണ്ടും അങ്ങോട്ടേക്ക് കൂട്ടാം. അപ്പൊ 24ന് നമുക്ക് എങ്ങനെ എഴുതാം? 20 പ്ലസ് 4. 29 നമുക്ക് എങ്ങനെ എഴുതാം? 20 പ്ലസ് 9. കൂട്ടാം. 9 പ്ലസ് 4 എത്രയാണ്? 9 പ്ലസ് 4 13 പ്ലസ് ഇവിടെ 0, 2 പ്ലസ് 2 4. 40 പ്ലസ് 30. ഇതിനെ നമുക്ക് എങ്ങനെ വീണ്ടും എഴുതാം? 40 പ്ലസ് 30 എങ്ങനെ എഴുതാം? 40 പ്ലസ് 13. 40 പ്ലസ് 0, 10 പ്ലസ് 3. ഓക്കെ, വീണ്ടും കൂട്ടാം. 0 പ്ലസ് 3 3. പ്ലസ് ഇടുക. 0 പ്ലസ് 0 0, 4 പ്ലസ് 1 5. ഇതുപോലെ വലിയ സംഖ്യ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും ഇതുപോലെ റിപ്പീറ്റ് അടിക്കണം. ഇവിടെ 0 ആണ് ലാസ്റ്റ് വരുന്നതെങ്കിൽ 40 പ്ലസ് 0, 30 പ്ലസ് 0 അങ്ങനെ കൊടുക്കുക. നമ്പർ ഉണ്ടെങ്കിൽ 10 പ്ലസ് 3 ഉണ്ടോ അതുപോലെ. 50 പ്ലസ് 3 എത്രയാ? 53. അപ്പൊ ആദ്യം നമ്മൾ ഇത് ചെയ്തു. വീണ്ടും വലിയ സംഖ്യ കിട്ടിയത് കൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? അതേപോലെ വീണ്ടും ചെയ്തു. അപ്പൊ ആൻസർ കിട്ടി. എത്രയാണ് ആൻസർ? 53. അപ്പോൾ 53 ആണ് 72ൽ നിന്ന് കുറയ്ക്കാൻ പോകുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 53 കിട്ടി. ഇനി 72ൽ നിന്ന് 53 ആണ് നമുക്ക് കുറയ്ക്കാനുള്ളത്. ഇവിടെയും സെയിം തന്നെയാണ്. ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 60 പ്ലസ് 12 എന്ന് എടുക്കണം. ഇവിടെയോ 50 പ്ലസ് 3 എന്ന് എടുക്കണം. മൈനസ് ചെയ്യാം.
12 ന്ന് 3 പോകുമ്പോൾ എത്രയാണ്? 3 കഴിഞ്ഞാൽ 4, 5, 6, 7, 8, 9, 10, 11, 12. 9 പ്ലസ് 0 ന്ന് 0 പോയാൽ 0, 6 ന്ന് 5 പോയാൽ 1. 10 പ്ലസ് 9, 19. ആൻസർ എന്താ? 19. ഓക്കെ, മനസ്സിലായോ? അടുത്ത ചെമ്പൻ സ്ക്വയർ, സ്ക്യൂറൽ, ചെമ്മൻ സ്ക്യൂറൽ. ചെമ്മൻ സ്ക്യൂറലിനും ഇത് തമ്മിൽ കൂട്ടുക, കിട്ടുന്ന ഉത്തരത്തെ ഇതിൽ നിന്നും 90ൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ 28 പ്ലസ് 23 എങ്ങനെയാ കൂട്ടുക? 20 പ്ലസ് 8, 20 പ്ലസ് 3. 8 പ്ലസ് 3 എത്രയാ? 11 പ്ലസ് ഇവിടെ 0, 2 പ്ലസ് 2 4, 4 പ്ലസ് 11, 40 പ്ലസ് 11. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 40 പ്ലസ് 0 എന്ന് എഴുതണം. 40 പ്ലസ് 11 ആണ്. അപ്പോൾ 40 പ്ലസ് 0 എന്ന് എഴുതുക. 10 പ്ലസ് 1 എന്ന് എഴുതുക. ഇവിടെ 1, 40 പ്ലസ് 10, 50. 50 പ്ലസ് 1, 51. ഇവിടെ ആൻസർ ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 51. ഇനി 90ൽ നിന്ന് 51 കുറയ്ക്കുക. 90ൽ നിന്ന് കിട്ടിയ രണ്ടും കൂടെ കൂട്ടിയപ്പോൾ കിട്ടിയ 51 കുറയ്ക്കുക. നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം, പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഈ ഒരു മെത്തേഡാണ്. 90ൽ നിന്ന് 51 കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? 80 പ്ലസ് 10 എന്ന് ഇവിടെ ഇടുക. 50 പ്ലസ് 1 എന്ന് ഇവിടെ ഇടുക. മൈനസ് ചെയ്യാം. 10ൽ നിന്ന് 1 പോയാൽ 9. 0 ന്ന് 0 പോയാൽ 0. 80 ന്ന് 5 പോയാൽ എത്രയാ? 3. 30 പ്ലസ് 9, 39. 39 ആണ് ആൻസർ. അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും നിങ്ങൾക്ക് മനസ്സിലായോ? അഡീഷനും സബ്ട്രാക്ഷനും മനസ്സിലായോ? ടീച്ചർ കുറച്ച് ഹോംവർക്ക് തരട്ടെ, നിങ്ങൾ ചെയ്ത് നോക്കോ? ഓക്കെ. 56, 56 മൈനസ് 34. Next question. 76 minus 58. 60 minus 37. 39 minus 15. അപ്പം ഇത്രയും കണക്കുകൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ചെയ്യേണ്ടത് അറിയാലോ. ഇത് ഓരോന്നിനെയും നമ്മൾ 50 പ്ലസ് 6 എന്ന് എഴുതുക, 30 പ്ലസ് 4 എന്ന് എഴുതുക, 70 പ്ലസ് 6 എന്ന് എഴുതുക, 50 പ്ലസ് 8 എന്ന് എഴുതുക, 60 പ്ലസ് 0 എന്ന് എഴുതുക, 30 പ്ലസ് 7 എന്ന് എഴുതുക, 30 പ്ലസ് 9 എന്ന് എഴുതുക, 10 പ്ലസ് 5 എന്ന് എഴുതുക. ഇനി ഇവിടെ നോക്കുമ്പോൾ ചെറുതിന്ന് വലുതാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? വീണ്ടും 10 കൂടെ അങ്ങോട്ട് കൂടും. അപ്പോൾ 60 പ്ലസ് 16 എന്ന് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുമല്ലോ, ഹോംവർക്ക് ചെയ്തു നോക്കാമല്ലോ. നിങ്ങൾ ഇതൊന്നും നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കാനും കൂട്ടാനും വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.